ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹസമ്പൂർണമായ ഭൂമിയിലെ ഭരണകാലം അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനെ സഹസ്രാബ്ദ ഭരണം എന്ന് വിളിക്കാറുണ്ട്. അത് സംസ്കൃത ഭാഷയിൽ നിന്ന് ഉണ്ടായി വന്ന പദമാണ് സഹസ്രാബ്ദ ഭരണം. 1000 ആണ്ട് വാഴ്ച എന്നാണ് മലയാള ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ ഇംഗ്ലീഷിലും ദൈവശാസ്ത്രപരമായിട്ടുമൊക്കെ മില്ലേനിയം എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അത് ലത്തീൻ ഭാഷയിൽ നിന്നുള്ള ഒരു പദപ്രയോഗമാണ്. എല്ലാം ആശയം ഒന്ന് തന്നെയാണ്. 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഭരണകാലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിൻ്റെ ആമുഖമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനോട് ബന്ധപ്പെട്ടാണ് ഈ ഭാവി കാര്യപരിപാടികളൊക്കെ നടക്കുവാനായിട്ട് പോകുന്നത്. ഇത് ഒരു സമ്പൂർണ്ണമായ കാലയളവല്ല, ഒരു പരിമിതിയുള്ള 1000 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക കാലയളവാണ്. ഇന്നത്തെ പോലെയുള്ള അതേ സാഹചര്യങ്ങളാണ്. ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പോലുള്ള സാധാരണ മനുഷ്യർ അന്നും ഭൂമിയിൽ ഉണ്ടാകും. എന്നാൽ അതുകൂടാതെ തേജസ്കരിക്കപ്പെട്ട ആളുകളും ഉണ്ടാകും. പിന്നാലെ നമ്മളതേക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വിസ്തൃതി, ഇന്ന് ലോകരാഷ്ട്രങ്ങളെന്ന് പറയുന്നത് അനേകം രാജ്യങ്ങളായിട്ട് ചിതറിക്കിടക്കുകയാണ് ഭൂമിയിൽ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്ന് തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ ഭൂലോകം മുഴുവനും ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, ഒരു ഭരണകൂടത്തിൻ്റെ കീഴിൽ വരുന്ന കാലയളവായിരിക്കും. ഇന്നത്തെ പോലെ അനേക രാജ്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഒറ്റ രാജ്യമായി തീർന്ന ഒരു ഭരണത്തിൻ്റെ കീഴിൽ, ഒരു നേതാവിൻ്റെ കീഴിൽ, ഒരു ശിരസ്ഥാനത്തിന് കീഴിൽ വരുന്ന കാലഘട്ടമായിരിക്കും അത്. അപ്പോൾ ആ ഭരണകാലത്ത് ഈ ഭൂമിയിൽ മുഴുവൻ വ്യാപിക്കുന്ന ഒരു ഭരണ സംവിധാനമാണത്. അതിന് മനസ്സിലാക്കാനായിട്ടൊരു വാക്യം നമുക്ക് വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 35-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ആ പദം ചൂണ്ടിക്കാണിക്കുകയാണ്. ഭൂമിയിലൊക്കെയും നിറഞ്ഞു, ഭൂമി മുഴുവൻ വ്യാപിക്കുന്നതാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു സമ്മിശ്ര ലോകബിംബത്തെക്കുറിച്ചുള്ള സ്വപ്നവും ദാനിയേൽ പ്രവാചകൻ അതിൻ്റെ അർത്ഥം പറയുന്നതുമാണ്. രാജാവ് സ്വപ്നത്തിൽ കണ്ട ആ ബിംബത്തെ കൈ തൊടാത്ത ഒരു കല്ല് വന്ന് അടിച്ചു തകർക്കുന്നതായിട്ടാണ് മുകളിലുള്ള വാക്യത്തിൽ കാണും. അതിൻ്റെ അർത്ഥമാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. ആ കല്ല് കൈതൊടാതെ വന്ന് ബിംബത്തെ അടിച്ചു തകർത്ത കല്ലെന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുണ്ടാകാൻ പോകുന്ന 4 ലോക സാമ്രാജ്യങ്ങൾക്ക് ശേഷം 5ാമതായി ഭൂമിയിൽ സ്ഥാപിതമാകാൻ പോകുന്ന ദൈവരാജ്യത്തെയാണ്, യേശുക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ രാജ്യം എത്രത്തോളം വ്യാപിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഭൂമിയിലൊക്കെയും നിറയും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സർവ്വഭൂമിയിലും യേശു കർത്താവിൻ്റെ ഭരണ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളായിരിക്കും. ഒരു ഭാഗവും അതിനകത്തുനിന്ന് ഒഴിവായി പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, കർത്തൃപ്രാർത്ഥന എന്ന് പറയുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ 14-ാം വാക്യത്തിൽ ആ പ്രാർത്ഥനയുടെ ഒരു വാചകം ഇങ്ങനെയുണ്ട്. ഇടയിൽ എന്താ പറയുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങി മുന്നോട്ട് വരുമ്പോൾ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. ആ ഭൂമിയിൽ എന്നുള്ള പദപ്രയോഗം മുഴുവൻ ഭൂമി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ രാജ്യം സ്ഥാപിതമാകുമ്പോൾ അത് ഭൂമി മുഴുവനിലും വ്യാപകമായ അർത്ഥത്തിൽ ഭൂമി മുഴുവനും ആ അധികാര പരിധിയിൽ വരും എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 45-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വീണ്ടും ഒരു സൂചന നമുക്കവിടെ കാണാം. സങ്കീർത്തനം 45:16. 45-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാമത്തെ വാക്യം. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. കർത്താവിൻ്റെ ഭരണകാലത്ത് കർത്താവിനോടുകൂടെ അധികാരം നടത്തുവാൻ യോഗ്യതയുള്ള വിശുദ്ധന്മാർ അവർ സർവ്വഭൂമിയിലും, ഭൂമിയിലെ പല ഭാഗങ്ങളിലായിട്ട് സർവ്വഭൂമിയിലും അധികാരം നടത്തും. പ്രഭുക്കന്മാരായിട്ട് കർത്താവിന് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഭൂമി മുഴുവൻ വ്യാപിക്കുന്ന ഒരു ഭരണമാണിത് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അനേക പ്രയോജനങ്ങളുണ്ട്. പിന്നീട് നമ്മളതേക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ട് ഓർക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയായിരിക്കും? യേശു ക്രിസ്തു ഭൂമിയെ ഭരിക്കുമ്പോൾ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഭരണസിരാകേന്ദ്രം, തലസ്ഥാനം എവിടെയായിരിക്കും? അനേകം വേദഭാഗങ്ങൾ ഇത് സംബന്ധിച്ച് സൂചന നൽകുന്നുണ്ട്. 1-ാമത്തെ ഭാഗം സങ്കീർത്തനം 2:6. 2-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. സങ്കീർത്തനം 2:6.
അവിടെ സ്ഥലം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ. സിയോൻ എന്ന് പറഞ്ഞ് യെരുശലേമിൻ്റെ മറ്റൊരു പേര്. ഇന്നത്തെ യെരുശലേം ഉണ്ടല്ലോ, ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ യെരുശലേം. ദാവീദിൻ്റെ കാലം മുതൽ ഇസ്രായേൽ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് യെരുശലേം. ഇനി ഭാവി കാലത്തും അതങ്ങനെ തന്നെയായിരിക്കും. ഭരണകൂടങ്ങളൊക്കെ വരികയും പോവുകയും ഭരണാധികാരികൾ മാറുകയൊക്കെ ചെയ്യും. പക്ഷേ ഇസ്രായേലിൻ്റെ നിത്യ തലസ്ഥാനമായിട്ട് യെരുശലേം നിൽക്കുന്നതായിട്ടാണ് തിരുവഴുത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു കർത്താവ് മടങ്ങി വന്ന് തൻ്റെ നീതിയുള്ള രാജ്യം, സമാധാന രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമ്പോഴും അന്നും ഈ യെരുശലേം തന്നെയായിരിക്കും കർത്താവിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രം അല്ലെങ്കിൽ തലസ്ഥാനം. ഭൂമിയുടെ തന്നെ തലസ്ഥാനമായിട്ട് മാറും. ഇന്ന് ഇസ്രായേൽ രാജ്യത്തിൻ്റെ മാത്രം തലസ്ഥാനമാണ് യെരുശലേമെങ്കിൽ ഭാവി കാലത്ത് കർത്താവ് രാജ്യസ്ഥാപനത്തിനായിട്ട് വരുമ്പോൾ ഭൂലോകത്തിൻ്റെ മുഴുവൻ തലസ്ഥാനമായിട്ടത് മാറും എന്നാണ് തിരുവഴുത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇത് അല്പം കൂടെ സ്പഷ്ടമായിട്ട് കാണാം. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മതി. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അന്ത്യകാലത്ത്, അതായത് രാജ്യസ്ഥാപനത്തിൻ്റെ കാലത്ത് സിയോൻ പർവ്വതം ഉന്നത സ്ഥാനമായിട്ട് ഉയർന്നു വരും. ഭൂപ്രകൃതിയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമാണ്. പിന്നീട് നമ്മളത് ചിന്തിക്കും. അപ്പോൾ യെരുശലേമിൽ നിന്നും സിയോനിൽ നിന്നും ഉപദേശവും വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവ് തൻ്റെ തലസ്ഥാനമായിട്ട് സ്വീകരിക്കുന്ന ആ സ്ഥലത്തേക്കാണ് ജാതികളെല്ലാം, മറ്റ് സകല ജനങ്ങളും വന്ന് കർത്താവിനെ മുഖാമുഖം കാണുന്നതും നേരിട്ട് കേൾക്കുകയും പഠിക്കുകയും ഉപദേശങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുവാനുള്ള സാഹചര്യം അന്ന് ആ കാലത്ത് ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തലസ്ഥാന നഗരം സിയോൻ അല്ലെങ്കിൽ യെരുശലേം തന്നെയായിരിക്കുമെന്ന് ആ വാക്യത്തിലും പറയുന്നുണ്ട്. 76-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിലും ഈ ആശയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 76-2. അവൻ്റെ കൂടാരം ശാലേമിലും അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. സിയോൻ എന്നുള്ളത് യെരുശലേമിൻ്റെ മറ്റൊരു പേര്. ശാലേം എന്ന് പറയുന്നതും അതേ ആ ആശയം വരുന്ന പദമാണ്. വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണ്. ശാലേം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം സമാധാനം. യെരുശലേമിനെ സമാധാനത്തിൻ്റെ പട്ടണം എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഒട്ടും സമാധാനം ഇല്ലെന്നുള്ളതാണ് അവിടുത്തെ സ്ഥിതി. സമാധാന പ്രഭു വന്ന് തൻ്റെ രാജ്യം, സമാധാന രാജ്യം സ്ഥാപിക്കുന്നവരെ സമാധാനം ഉണ്ടാകുകയില്ല. യുദ്ധങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളുമാണ്. ലോകത്തിൽ ഒരിടത്തുമില്ല അങ്ങനെ ശാശ്വതമായ സമാധാനമുള്ള കേന്ദ്രം. എല്ലായിടത്തും ഭയവും അപകടങ്ങളും യുദ്ധവും അനുമതി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സമാധാനപ്രഭു വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഈ ശാശ്വത സമാധാനം ഭൂലോകത്തിൽ ഉണ്ടാകും. അന്നേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 50-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യവും ഈ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. 50-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. സങ്കീർത്തനം 50:2. സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. ദൈവനിവാസ സ്ഥലമായിട്ടാണ് സിയോനെ അല്ലെങ്കിൽ യെരുശലേമിനെ തിരുവഴുത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യെരുശലേം തന്നെ തലസ്ഥാനമാക്കി കർത്താവായ യേശു ഭൂമിയെ ഭരിക്കും. ദാവീദ് രാജാവിൻ്റെ കാലം മുതൽ ഇസ്രായേലിലെ രാജഭരണം ആരംഭിച്ച ആദ്യകാലം തൊട്ട് സിയോൻ അല്ലെങ്കിൽ യെരുശലേം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്നു. ഭാവിയിൽ കർത്താവ് വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ദാവീദിൻ്റെ പുത്രനായി, ദാവീദിൻ്റെ സന്തതിയായി ഈ ലോകത്തിൽ വന്ന് തൻ്റെ നീതിയുള്ള രാജ്യം സ്ഥാപിക്കുമ്പോഴും യെരുശലേം തന്നെയായിരിക്കും ഇസ്രായേലിൻ്റെയും ലോകത്തിൻ്റെയും തലസ്ഥാനം. അത് ശാശ്വത തലസ്ഥാനമായിട്ട് തുടരുകയും ചെയ്യും. യോവേൽ പ്രവചനത്തിൻ്റെ 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈ കാര്യം ഒന്നുകൂടെ സ്ഥിരീകരിക്കുന്നുണ്ട്. യോവേൽ പ്രവചനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. യോവേൽ പ്രവചനം 3-ാം അധ്യായം 21-ാം വാക്യം. യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസാണ്, തുടർമാനമായിട്ട് അങ്ങനെ തുടരും എന്നുള്ള ആശയമാണ് അവിടെ നിന്നുള്ളത്. യഹോവ സിയോനിൽ വസിച്ചുകൊണ്ടിരിക്കും. സിയോൻ അല്ലെങ്കിൽ യെരുശലേം ദൈവനിവാസ സ്ഥാനമായിട്ട് സ്ഥിരമായി തുടരും എന്നുള്ള ആശയം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തലസ്ഥാന നഗരം എവിടെയായിരിക്കും? കർത്താവ് രാജ്യം സ്ഥാപിക്കാൻ പോകുന്ന ഭൂമിയിലെ രാജ്യത്തിൻ്റെ 1000 ആണ്ട് വാഴ്ചക്കാലത്തെ അതിൻ്റെ കേന്ദ്രസ്ഥാനം ഏതായിരിക്കുമെന്ന് ചോദിച്ചാൽ യെരുശലേമാണെന്ന് അനേകം വേദവാക്യങ്ങൾ നമുക്ക് തെളിവ് തരുന്നു. വേറെയും വാക്യങ്ങൾ ധാരാളമുണ്ട്, ഇനി വായിക്കുന്നില്ല. മൂന്നാമതായിട്ട് അന്നത്തെ ഭരണത്തിൻ്റെ
പ്രധാന ഭരണാധികാരി അല്ലെങ്കിൽ രാജാതിരാജാവ് അല്ലെങ്കിൽ മഹാരാജാവ് ചക്രവർത്തി ആരായിരിക്കും? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം സൂചനകളുണ്ട്. ഏതാനും ചില വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. മുഖ്യ ഭരണാധികാരി അല്ലെങ്കിൽ ചീഫ് റൂളർ 1000 ആണ്ട് വാഴ്ചയിൽ 1000 ആയിരിക്കുമെന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നുവെന്ന് 7-ാം കാഹളത്തിങ്കിൽ ഒരു പ്രഖ്യാപനം നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ലോകരാജ്യത്വം മുഴുവൻ നമ്മുടെ കർത്താവിനാകും അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനാകും എന്ന് കർത്താവ് രാജ്യസ്ഥാപനത്തിന് വേണ്ടി വന്ന് ആ കാര്യം ഏറ്റെടുക്കുമ്പോൾ, അപ്പോൾ ആരാണ് ഭരണാധികാരി എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തം, കർത്താവാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് ഈ ഭൂമിയിൽ ഭരിക്കാൻ പോകുന്ന അന്തിമ ഭരണാധികാരി, ശാശ്വത രാജ്യത്തിൻ്റെ അവകാശി എന്ന് തിരിച്ചറിയാം. വെളിപ്പാട് 19-16 ഇത് തന്നെ നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവിടെ അദ്ദേഹത്തിൻ്റെ പേരുകൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ നാമം? രാജാതിരാജാവ്, കർത്താതി കർത്താവ്. നമ്മുടെ യേശു കർത്താവിൻ്റെ മഹനീയമായ സ്ഥാനങ്ങളാണ്, പദവികളാണ്. അവൻ ഈ ഭൂമിയിൽ ഭരിക്കുമ്പോൾ രാജാതിരാജാവാണ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ എല്ലാം രാജാവാണ്. ഭൂമിയിലെ മറ്റ് രാജാക്കന്മാരും ഉണ്ടായിരിക്കും, അത് നമ്മൾ പിന്നീട് ചിന്തിക്കും. അങ്ങനെ രാജാക്കന്മാരൊക്കെ ഉണ്ട്, പ്രാദേശികമായിട്ട് ഓരോ മേഖലയുടെ അധികാരികളായിരിക്കുമെങ്കിലും എല്ലാവരുടെയും മേലധികാരി, സർവാധികാരി രാജാതിരാജാവായ നമ്മുടെ കർത്താവ് ആയിരിക്കും. അവൻ രാജാതിരാജാവാണ്, കർത്താതി കർത്താവാണ്. അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും ഒക്കെ അഡ്രസ് എഴുതിയിരിക്കുന്നത്, ആ നെയിം ലേബൽ അതാണ്. രാജാതിരാജാവ്, കർത്താതി കർത്താവ്. ആ കർത്താവ് തന്നെയായിരിക്കും അന്നത്തെ സുപ്രീം ഭരണാധികാരി, അന്തിമ പരമോന്നത ഭരണത്തലവൻ എന്നുള്ളത് ഈ വചനങ്ങൾ നമ്മളെ ഓർപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം തന്നെ 20-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. കൊടുത്തു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണുവെന്നാണ് എഴുതിയിരിക്കുന്നത്. പീഡനകാലത്തെ രക്തസാക്ഷികളെക്കുറിച്ച് പറയുമ്പോഴാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവരാരോടുകൂടെയാണ് വാഴുന്നത്? ക്രിസ്തുവിനോടുകൂടെ. അപ്പോൾ ആരാണ് വാഴുന്നത്? ക്രിസ്തുവാണ്. ക്രിസ്തു 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കും എന്നുള്ള വ്യക്തമായിട്ട് ആ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവിനോടുകൂടെ വാഴുന്ന ധാരാളം പേരുണ്ട്. പിന്നീട് നമ്മളത് വിശദമായി ചിന്തിക്കും. സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും ഇതേക്കുറിച്ച് സൂചനയുണ്ട്. സക്കറിയ പ്രവചനം 14-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. അവിടെ 2 ആശയങ്ങൾ വ്യക്തമാണ്. ഭരണ സ്ഥലത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ഏതെല്ലാം ഏറിയ ഭരണ പരിധിയിൽ വരും. സർവ്വഭൂമിയിലും എന്നാണ് വായിക്കുന്നത്. ആര് ഭരിക്കും? യഹോവ ഭരിക്കും. യഹോവ സർവ്വഭൂമിയിലും രാജാവാകും. അപ്പോൾ ദൈവാധിപത്യ ഭരണമാണത്. യഹോവയായ ദൈവം അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് തന്നെ ഭൂമിയെ ഭരിക്കുന്ന ഭരണകാലമാണ്. അതിന് ദൈവശാസ്ത്രപരമായിട്ട് തിയോക്രാറ്റിക്കൽ കിങ്ഡം എന്നാണ് വിളിക്കുന്നത്. ദൈവാധിപത്യ ഭരണം. ലോകത്തിൽ അനവധി ഭരണ സമ്പ്രദായങ്ങളുണ്ട്. അതൊക്കെ പരിഷ്കരിച്ച് ലോകം നോക്കിയിട്ടുണ്ട്. അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ അറിയപ്പെടുന്ന ദാനിയേൽ പ്രവചനത്തിൽ കാണുന്ന ബാബിലോൺ സാമ്രാജ്യം ഭയങ്കര അധികാരവും പദവിയും സമ്പത്തും എല്ലാം ഉള്ളതായിരുന്നു. നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഏകാധിപത്യത്തിൽ താൻ സർവ്വസ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങളൊക്കെ നടത്തുകയായിരുന്നു. 70 വർഷമേ ആ ഭരണകൂടത്തിന് നിലനിൽക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. പിന്നീട് വന്ന മേദ്യ, പേർഷ്യ, പിന്നീട് വന്ന ഗ്രീക്ക്, പിന്നീട് വന്ന റോമൻ ഭരണകൂടം, അതിനുശേഷം ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആധുനിക ജനാധിപത്യ ഭരണം, ഏകാധിപത്യ ഭരണം, മറ്റ് ഇതര ഇസങ്ങളുടെ ഭരണം, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പരാജയത്തിലാണ് കലാശിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യമാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. ജനാധിപത്യം എന്നാണ് പേരെങ്കിലും, പക്ഷേ ജനാധിപത്യമൊന്നും ഇല്ല. ജനങ്ങൾക്കൂടെ കാര്യമായ സാധനമൊന്നുമില്ല. വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കി ആരാ ചെയ്യുന്നത്? പാർട്ടികളും പാർട്ടികളുടെ നേതാക്കന്മാരും അതിനോട് ബന്ധപ്പെട്ടവരുമാണ്. അവരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്, ജനങ്ങളുടെ താല്പര്യങ്ങളല്ല. പക്ഷെ പറയുന്നത് ജനാധിപത്യം എന്നാണ്. ദാനിയേൽ പ്രവചനം അത് പറയുന്നുണ്ട്. അന്ത്യകാലമാകുമ്പോഴേക്കും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായ ഭരണകൂടം ഉണ്ടാകും. പക്ഷേ അതൊന്നും നിലനിൽക്കുകയില്ല. കാരണം ഇരുമ്പും കളിമണ്ണും ഒരിക്കലും അന്യോന്യം ചേരത്തില്ല. അതുപോലെ ആശയപരമായും പ്രത്യയശാസ്ത്രപരമായിട്ടുമൊക്കെ വ്യത്യസ്തരായ ചിന്താഗതികളുള്ള ജനസമൂഹങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഇസങ്ങളും ഒക്കെ ചേർന്ന് നടത്തുന്ന, അധികാരത്തിന് വേണ്ടി നടത്തുന്ന ഒരു പരിപാടി.
അത് രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും നമ്മൾ കാണുന്നുണ്ട്. മതപരമായ ആത്മീയ മേഖലകളിലേക്കും രാഷ്ട്രീയം പ്രവേശിച്ചിരിക്കുക. അതിന് ഫലമായി മൂല്യച്യുതി ഉണ്ടായി. ദൈവാധിപത്യമാണ് ദൈവം എല്ലാ കാലത്തും ആഗ്രഹിച്ചത്. ഭൂമിയെ സൃഷ്ടിച്ച് ആദം ഹൗവമാരെ ഏദൻ തോട്ടത്തിലാക്കി ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു വരികയും ഭൂമിയെയും ജീവജാലങ്ങളെയും മുഴുവൻ വാഴുക എന്നാണ് ദൈവം അവർക്ക് കൊടുത്ത അധികാരപരിധി. ദൈവത്തിൻ്റെ പ്രതിനിധിയായി ദൈവത്തിന് വേണ്ടി ഭൂമിയെയും ഭൂമിയിൽ വളർന്ന് വികസിക്കുവാൻ പോകുന്ന ജനസമൂഹത്തെയും വാഴുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ആ ചുമതലയാണ് ദൈവം ആദം ഹൗവമാർക്ക് കൊടുത്തിരുന്നത്. പാപമുഖാന്തരം അവർക്ക് ആ പദവി നഷ്ടപ്പെട്ടു പോയി. ക്രിസ്തുവിലൂടെ അതേ കാര്യം വീണ്ടും പുനഃസ്ഥാപിക്കുന്നതാണ് 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കാൻ പോകുന്നത്. മനുഷ്യൻ്റെ പാപം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് താൽക്കാലിക തടസ്സമായി വന്നെങ്കിലും ദൈവിക പരിപാടികളൊന്നും മാറ്റിവെക്കുകയോ ക്യാൻസൽ ചെയ്യുകയില്ല. ദൈവം തൻ്റെ പദ്ധതികൾ മറ്റൊരു വിധത്തിൽ പൂർത്തീകരണത്തിലേക്ക് വരുത്തും, നിവർത്തിപഥത്തിലേക്ക് കൊണ്ടുവരും. ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ നടക്കും, ദൈവത്തിൻ്റെ ആലോചനകൾ പൂർണ്ണമായും സംഭവിക്കും. അതാണ് കർത്താവായ യേശു ലോകാധിപത്യം ഏറ്റെടുത്ത് രാജാതി കർത്താവായി സമാധാനത്തിൻ്റെ ഒരു ഭരണാധികാരിയായി ലോകത്തെ ഭരിക്കുമ്പോൾ സംഭവിക്കുവാൻ പോകുന്ന കാര്യം എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യേശു ക്രിസ്തുവാണ് ആ വാഴ്ചയിലെ മുഖ്യ ഭരണാധികാരി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇന്നും സ്വർഗത്തിലെ ദൈവമാണ് സകലത്തിൻ്റെയും അധികാരി. ദൈവത്തെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അവിടുന്ന് സർവ്വ ആധികാരിയായ ദൈവമാണ്. സമസ്ത ഭൂമിയിൽ മാത്രമല്ല, നമ്മുടെ കർത്താവ് തന്നെ പുനരുത്ഥാനത്തിന് ശേഷം തന്നെക്കുറിച്ച് പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമെന്നാണ്. ഭൂമിയിലെ ഭരണാധികാരികൾക്ക് അവരുടെ ടെറിട്ടറിക്കുള്ളിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ മാത്രമേ അധികാരമുള്ളൂ. അതിനപ്പുറം ആർക്കും അധികാരം ഇല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരം ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും സകല മണ്ഡലങ്ങളിലും ഉള്ളതാണ്. ദൈവത്തിൻ്റെ ഗവൺമെൻറ്, ഡിവൈൻ ഗവൺമെൻറ്റാണ് സകലത്തെയും ഭരിക്കുന്നത്. ദൈവം നേരിട്ട് കാര്യങ്ങളിലെല്ലാം ഇടപെടാറില്ല. ദൈവത്തിൻ്റെ ഭരണകൂടത്തിൽ സ്വർഗീയ ദൂതന്മാരുടെ ശ്രേഷ്ഠന്മാരായ ഒരു സമിതിയുണ്ട്. അവരാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ സാധാരണ ഗവൺമെൻറ് പോലെ. നമ്മുടെ കേരള ഗവൺമെൻറ്, ആ കേരള ഗവൺമെൻറ്റിൻ്റെ ചീഫ് അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറാണ്. പക്ഷേ അദ്ദേഹം നേരിട്ട് എല്ലാ കാര്യങ്ങളിലും ഒന്നും ഇടപെടാറില്ല. പല വകുപ്പുകളായിട്ട് തിരിച്ച് 10-20 മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ കളക്ടർമാരുണ്ട്, അതിൻ്റെ താഴെ വിവിധ ഉദ്യോഗസ്ഥന്മാരുണ്ട്, വിവിധ ശ്രേണികളിൽപ്പെട്ടവരുണ്ട്. ഏറ്റവും താഴെ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ വരുമ്പോൾ അവിടുത്തെ അതിൻ്റെ സെക്രട്ടറിയും അതുപോലെ ഓഫീസറും കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ പിയൂണ് വരെയുള്ള റാങ്കിൽ ചെറുതും വലുതുമായ അനേകം ജോലിക്കാരുണ്ട്. ഇതേപോലെ തന്നെ ദൈവിക ഗവൺമെൻറ്റിലും വലുതും ചെറുതുമായ വിവിധ ഉത്തരവാദിത്തങ്ങളെ നിവർത്തിക്കുന്ന ധാരാളം ദൈവദൂതന്മാരുടെ ഒരു വിഭാഗം തന്നെ ഉണ്ട്. അവരാണ് ദൈവത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് അദൃശ്യ മണ്ഡലത്തിൽ ആത്മലോകത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇതിന് വിപരീതമായിട്ട് ദൈവിക പദ്ധതികളെ തടയുവാൻ സാത്താന്യ ലോകത്തിലുമുണ്ട് ദൈവത്തോട് മത്സരിക്കുന്ന പിശാചിൻ്റെ ദൂതന്മാരും അവൻ്റെ പ്രവർത്തനങ്ങളും. പ്രവചനങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് അതേക്കുറിച്ച് ചില സൂചനകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതും അദൃശ്യ മണ്ഡലത്തിൽ ആത്മലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മുടെ കണ്ണിന് കാണുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ 3 തരത്തിലുള്ള ഭരണ സംവിധാനമാണ് നടപ്പിലാകുന്നത്. ഒന്ന്, ദൈവാധിപത്യ ഭരണം, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ പരമാധികാരം. അദൃശ്യമണ്ഡലത്തിൽ അത് ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2, ദൃശ്യമണ്ഡലത്തിൽ മനുഷ്യപ്രതിനിധികളായ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, രാജാക്കന്മാർ അവരൊക്കെ ചെയ്യുന്ന ഭരണം, അവരോട് ചേർന്ന് മറ്റു മനുഷ്യർ നടത്തുന്ന ഭരണം. 3, അദൃശ്യമായി തന്നെ രാഷ്ട്രീയ നേതാക്കളെയും ഭരണാധികാരികളെയും ഒക്കെ സ്വാധീനിച്ച് സാത്താൻ അവരിലൂടെ ലോകാധിപത്യം പിടിച്ചെടുത്ത് ദൈവത്തോട് മത്സരിക്കാൻ നടത്തുന്ന ശ്രമം. അതാണ് സുവിശേഷത്തിനും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും വിരോധമായിട്ട് ഇന്ന് ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മാറിത്തിരിയാനുള്ള കാരണം. സാത്താന്യ പ്രേരണ അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പുതിയ നിയമത്തിൽ വിശ്വാസികളോട് ശക്തിയായിട്ട് പറയുന്നത്, നമ്മളെന്ത് ചെയ്യണം? സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടിയും രാജാക്കന്മാർക്ക് വേണ്ടിയും ഭരിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവർ നമുക്കിഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരായിരിക്കത്തില്ല, ഇഷ്ടമുള്ള ആശയങ്ങളുള്ളവരായിരിക്കത്തില്ല, അവരുടെ തത്വശാസ്ത്രങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല. എങ്കിലും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള വീണ്ടെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാരും എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സാത്താന്യ ലോകത്ത് നിന്ന് അവരുടെ മേലുള്ള പ്രഷർ മാറി ദൈവഹിതപ്രകാരമുള്ള നല്ല തീരുമാനങ്ങൾ അവർക്ക് എടുക്കുവാനും നീതി ന്യായമുള്ള ഭരണം ദേശത്തുണ്ടാകുവാനും സമാധാനത്തോടെ നമുക്ക് ജീവിക്കാനും ആരാധിക്കുവാനും സുവിശേഷം അറിയിക്കാനുള്ള അവസരമൊക്കെ ലഭിക്കും. അത് നമ്മുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ്. വെറുതെ രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാണെങ്കിലും പ്രഥമദൃഷ്ടിയാൽ അതിൻ്റെ പുറകിൽ രാഷ്ട്രങ്ങളെയും ഭരണകൂടങ്ങളെയും അധികാരികളെയും ചലിപ്പിക്കുന്നത് ദൈവമാണ്. യഹോവയുടെ കരങ്ങളിൽ, ദൈവത്തിൻ്റെ കയ്യിൽ രാഷ്ട്രീയവും ഭരണവും അധികാരികളൊക്കെ എങ്ങനെ ആയിരിക്കുന്നത്? നീർത്തോട് കണക്കിയിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിച്ചുവിടുന്നു. അതായത് നീർത്തോടെ ഏത് വഴിക്കോട്ട് തിരിച്ചുവിടുന്നു അങ്ങോട്ട് വെള്ളം ഒഴുകും. അതുപോലെ തന്നെ ഭരണാധിപന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം തൻ്റെ പദ്ധതികൾ ഭൂമിയിൽ നടപ്പിലാക്കും. പക്ഷേ ആ ദൈവിക കരങ്ങളെ ചലിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥിക്കണം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എല്ലാവരും പ്രാർത്ഥിച്ചുണ്ടായിരിക്കില്ല, ഒരാളെങ്കിലും ഉണ്ടോ? വി.ഡി. സതീശന് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ടോ?
നമുക്കാർക്കും വലിയ താല്പര്യമില്ലാത്ത ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചു. വ്യക്തിപരമായ വിരോധമൊന്നുമല്ല കേട്ടോ താല്പര്യം. ഈ ആശയപരമായ പൊരുത്തക്കേടുകളാണ്. ആശയപരമായിട്ട് നമുക്ക് അവരോട് യോജിക്കാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരിലൂടെ പ്രവർത്തിച്ചിട്ടാണ് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം ഭൂമിയിൽ നടപ്പിലാകാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കാര്യം തന്നെ പ്രാർത്ഥിക്കാൻ നേരമില്ലല്ലോ, പിന്നെ ഇവിടെ ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇതൊക്കെ വിശുദ്ധന്മാർ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണെന്ന് ആ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ആ കാഴ്ചപ്പാടോടെ വരുന്ന ദിവസങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഇടയാകണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുമ്പോൾ ഭരണാധികാരികളെയും രാജ്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും ചെറുതും വലുതുമായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. കൈക്കൂലി അഴിമതിയൊക്കെ മാറി സമാധാനവും സ്വസ്ഥതയുള്ള ഒരു ഭരണം ഉണ്ടാകണം. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 10 വർഷം നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇപ്പോൾ ഒരു ചെറിയ മാറ്റം വന്നപ്പോൾ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ടല്ലേ? ഇത്രയും ആശ്വാസം പോരാ. ഏറ്റവും നന്നായിട്ട് അടുത്ത 5 വർഷം ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവ് വരുവാൻ താമസിച്ചാൽ നമ്മുടെ വളരെയേറെ പ്രാർത്ഥന ആവശ്യമുണ്ട്. സഭയായിട്ട് തന്നെ അതിനുവേണ്ടി പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തണം. പേര് പറഞ്ഞ് അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാരെ മാത്രമല്ല, ഭരണാധികാരികളെ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ, മതനേതാക്കന്മാർ, ഇതൊക്കെ നമ്മളോട് ആശയപരമായിട്ട് യോജിപ്പില്ലാത്തവരാണെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗത്തിലെ ദൈവം അവരെ നിയന്ത്രിക്കും. സാത്താന്യ നിയന്ത്രണം മാറി ദൈവദൂതന്മാരിലൂടെയുള്ള സ്വർഗീയ നിയന്ത്രണത്തിലേക്ക് അവർ വരാനിടയാകും. കാര്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് സഹായകരമായിട്ട് തീരും. അതാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒരു മുഖ്യ ആശയം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. എങ്ങനെ ആകും? ആരിലൂടെ ആകും? ദൈവജനത്തിൻ്റെ ജനമായ നമ്മളിലൂടെ ആകും. നമ്മളുടെ പ്രാർത്ഥന മുഖാന്തരം ദൈവം ഭരണാധികാരികളെയും മറ്റു ചുമതലകൾ വഹിക്കുന്നവരൊക്കെ ആ രീതിയിൽ നിയന്ത്രിക്കും. ദൈവദൂതന്മാരാൽ നിയന്ത്രിക്കപ്പെടും. അപ്പോൾ കാര്യങ്ങൾ സാധ്യതമായി തീരും എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഈ രാജ്യത്തിൽ ദൈവിക ഭരണകൂടത്തിൽ അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിൽ അന്നത്തെ പ്രജകൾ അല്ലെങ്കിൽ ജനങ്ങൾ ആരൊക്കെയായിരിക്കും? പൊതുവെ പറഞ്ഞാൽ 2 വിഭാഗമായിട്ട് അന്നത്തെ ജനങ്ങളെ തിരിക്കാം. ഒന്ന്, തേജസ്കരിക്കപ്പെട്ട വിശ്വാസികൾ. ആ കൂട്ടത്തിൽ പഴയ നിയമവിശുദ്ധന്മാരുമുണ്ട്, പുതിയ നിയമവിശുദ്ധന്മാരുമുണ്ട്. തേജസ്കരിക്കപ്പെട്ട വിശ്വാസികളെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ കാഹളധ്വനിയെങ്കിൽ മരിച്ചുവരിൽ നിന്ന് അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്നവരും ജീവനോടെ ഇരുന്ന് രൂപാന്തരപ്പെടുന്ന വിശ്വാസികൾ. അപ്പോൾ നമ്മൾ തേജസ്കരിക്കപ്പെടാത്ത സാധാരണ പാപശരീരത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ പാപശരീരത്തിന് മാറ്റം വരും. നമ്മുടെ കർത്താവിൻ്റെ വരവിൽ കർത്താവ് പുനരുത്ഥാനം ലഭിച്ചപ്പോൾ തനിക്കുണ്ടായിരുന്ന ശരീരത്തോട് സാദൃശ്യമുള്ള ഒരു ശരീരത്തിൽ നാം രൂപാന്തരം പ്രാപിക്കുമെന്നാണ് 1 Corinthians 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 1 Thessalonians 4-ാം അധ്യായവും അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ മരണ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പ്രത്യാശയുടെ വചനങ്ങൾ അവിടെ ഉണ്ടല്ലോ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ 1 Thessalonians 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ എന്ത് സംഭവിക്കുമെന്നാണ് വായിക്കുന്നത്? വായിച്ച് 1 Thessalonians 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ കർത്താവിൻ്റെ ആ വരവിൽ രാജ്യസ്ഥാപനത്തിന് വേണ്ടി വരുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് നടക്കാൻ പോകുന്ന മേഘപ്രത്യക്ഷത, ആകാശ മേഘങ്ങളിൽ കർത്താവ് തനിക്കായി കാത്തു നിൽക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കാഹളധ്വനിയോടുകൂടെ വരും. ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. അവിടെ പറയുന്ന ക്രിസ്തുവിൽ മരിച്ചവരെന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്താൽ രക്ഷ സമ്പാദിതമായ ആദിമ നൂറ്റാണ്ട് മുതൽ, സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്നവരും ഇനി കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവ് വരുമ്പോൾ വരെ ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളായി രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉള്ളവരും മരിച്ചവരും കർത്താവിനെ സ്വീകരിച്ച് ലോകം വിട്ടുപോയവർ, അവരാണ് ക്രിസ്തുവിൽ മരിച്ചവർ. ജീവനോടെ ഇരിക്കുന്നവരാരാ? ഇന്ന് വിശ്വാസത്തിൽ നിൽക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അപ്പം മരിച്ചവരും ജീവനോടിരിക്കുന്നവരും 2 കൂട്ടരും തേജസ്കരണം പ്രാപിക്കും. വിശ്വാസികൾ മാത്രമാണിത്, എല്ലാവരുമല്ല. രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടും ജനിച്ച ദൈവമക്കൾ മാത്രം, വീണ്ടും ജനിച്ച് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ അവർ ഉയർത്തെഴുന്നേൽക്കും. അവർക്ക് പുനരുത്ഥാന ശരീരം ലഭിക്കും. മരിക്കാതെ ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികൾ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന വിശ്വാസ ജീവിതം നയിക്കുന്ന ദൈവമക്കളുണ്ട്. അവർക്കെന്ത് സംഭവിക്കും? മരണം കൂടാതെ അവരുടെ ശരീരം രൂപാന്തരപ്പെടും. നമ്മുടെ താഴ്ചയുള്ള ശരീരം നമ്മുടെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെന്ന ഫിലിപ്പി ലേഖനത്തിൽ വായിക്കും. അങ്ങനെ രൂപാന്തരപ്പെട്ട് നമ്മൾ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എടുക്കപ്പെടുന്നവരെയാണ് തേജസ്കരിക്കപ്പെട്ട വിശ്വാസികളെന്ന് പറയുന്നത്. അത് പുതിയ നിയമകാലത്തുള്ളവർ മാത്രമല്ല, വേറൊരു വിഭാഗത്തെക്കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ ഭക്തന്മാർ,
കർത്താവായ യേശുവിൽ വിശ്വാസം ആശ്രയിച്ച് ആദാമിൻ്റെ കാലം മുതലുള്ള പഴയ നിയമഭക്തന്മാർ. ആ വാക്യം ഒന്ന് വായിക്കുക. എബ്രായ ലേഖനം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം. ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന്. എബ്രായ ലേഖനം 11-ാം അധ്യായം നമുക്കറിയാമല്ലോ, വിശ്വാസവീരന്മാരെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. അവരുടെ ചരിത്രം പറയുമ്പോൾ പറയുകയാണ്, അനേകരെ വളരെ കഷ്ടങ്ങളിലൂടെ തടസ്സങ്ങളെ നേരിട്ട് മരണവും പ്രതികൂലവും ഒക്കെ നേരിട്ടുണ്ടായിട്ട് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രതീക്ഷ എന്തായിരുന്നു, പ്രത്യാശ എന്തായിരുന്നു? ഏറ്റവും നല്ല ഒരു പുനരുത്ഥാനം. അവർക്കെല്ലാവർക്കും പുനരുത്ഥാനമുണ്ട്. ഈ പുനരുത്ഥാന നിരകളെ എല്ലാം ചേർത്തുകൊണ്ടാണ് ഒന്നാം പുനരുത്ഥാനം എന്ന വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി കർത്താവ് വരുന്നതിന് മുമ്പ് സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. ആ പുനരുത്ഥാനത്തിൽ പല വിഭാഗങ്ങളുണ്ട്, പല സെക്ഷനുണ്ട്. അതിനെല്ലാം ചേർത്താണ് ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ പുനരുത്ഥാനം 2 തരത്തിലുണ്ട്. പറഞ്ഞു വന്നുകൊണ്ട് അല്പം കൂടി സൂചിപ്പിച്ചിട്ട് ആ വിഷയത്തിൽ നിന്ന് നമുക്ക് അടുത്തതിലേക്ക് പോകാം. 2 തരം പുനരുത്ഥാനങ്ങളെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. ഏതൊക്കെയായി 2 തരം പുനരുത്ഥാനങ്ങൾ? ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം. അവിടെ പുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് നേരിട്ട് പറഞ്ഞ 2ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ഒന്ന്, നന്മ ചെയ്തവർ ജീവനായുള്ള പുനരുത്ഥാനം പ്രാപിക്കും, തിന്മ ചെയ്തവർ ന്യായവിധിക്ക് വേണ്ടിയുള്ള പുനരുത്ഥാനം പ്രാപിക്കും. 2 ഒരേ സമയത്ത് നടക്കുന്നതല്ല കേട്ടോ, ഒന്നിച്ച് നടക്കുന്ന കാര്യമല്ല, 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അപ്പം നന്മ ചെയ്തവരുടെ പുനരുത്ഥാനം, അല്ലെങ്കിൽ ജീവനായിട്ടുള്ള പുനരുത്ഥാനം അഥവാ നിത്യജീവനിലേക്കുള്ള പുനരുത്ഥാനം, അതാണ് ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത്. ന്യായവിധിക്ക് വേണ്ടിയുള്ള പുനരുത്ഥാനം, അതാണ് 2ാമത്തെ പുനരുത്ഥാനം. 2ാം പുനരുത്ഥാനം എന്നല്ല അതിനെ വിളിക്കുന്നത്, ക്രമത്തിൽ അത് 2ാമത്തേതാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ അതാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ വായിക്കണ്ട. അവിടെ വായിക്കുന്ന വലിയ വെള്ള സിംഹാസനവും അതിൻ്റെ മുമ്പാകെ മരിച്ചവർ ആബാലവൃദ്ധം ഉയർത്തെഴുന്നേറ്റ് വന്ന് ന്യായവിധിക്ക് വേണ്ടി നിൽക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ വായിക്കുന്നത്. ഒടുവിലായിട്ട് ന്യായവിധിയുടെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ 2ാമത്തെ പുനരുത്ഥാനമാകുന്നത് ന്യായവിധിക്ക് വേണ്ടിയുള്ള പുനരുത്ഥാനം, ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പുനരുത്ഥാനം, നിത്യ നരകത്തിലേക്ക് പോകാനുള്ള പുനരുത്ഥാനം. അതാണ് വെളിപ്പാട് 20-11 മുതൽ നമ്മൾ വായിക്കുന്ന അന്ത്യന്യായവിധിയിലെ പുനരുത്ഥാനം. എന്നാൽ അതിനും 1000 വർഷം മുമ്പ് നടക്കുന്ന പുനരുത്ഥാനമാണ് 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന പുനരുത്ഥാനം, ഒന്നാം പുനരുത്ഥാനം. അതേക്കുറിച്ച് പറയുമ്പോൾ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു, അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. എന്താ 2ാമത്തെ മരണം? 20-15 നമ്മൾ വായിക്കുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഇത് 2ാമത്തെ മരണം. എന്നാൽ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതിനെ 2ാമത്തെ മരണമെന്ന് വായിക്കുന്നു. തീപ്പൊയ്കയിൽ തള്ളിയിടുക എന്ന് പറഞ്ഞാൽ നിത്യ ശിക്ഷാവിധിക്ക് വേണ്ടി നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുക. പിന്നെ ഒരിക്കലും ഒരു തിരിച്ചുവരവില്ല. അവിടെ നിത്യദണ്ഡനം രാവും പകലും സഹിക്കേണ്ടതായിട്ട് വരുമെന്ന് ആ വചനം പറയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ട്. അവിടെ നിത്യമായ ദണ്ഡന സ്ഥലമാണ്, ഒരിക്കലും ഒരു തിരിച്ചുവരവില്ല. അതാണ് നരകം. ആ നരകത്തിലേക്ക് പോകുന്നതിനെയാണ് 2ാമത്തെ മരണം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ളതാണ് 2ാം പുനരുത്ഥാനം. എന്നാൽ 1ാം പുനരുത്ഥാനമോ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ്, സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ദൈവത്തോടുകൂടെ വസിക്കുവാനുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ആ പുനരുത്ഥാന നിരകളുടെ 1ാമത്തെ ഘട്ടമായിട്ട് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുന്നു, നമ്മുടെ കർത്താവ് മരിച്ചുവരിൽ നിന്ന് ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ അടുത്ത ഘട്ടം ക്രിസ്തുവിൻ്റെ വരവിൽ അവനുള്ളവർ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ നേരത്തെ വായിച്ച കാര്യം. ക്രിസ്തുവിൽ മരിച്ചവരും ജീവനോടിരിക്കുന്നവരുമായ വിശ്വാസികൾ രൂപാന്തരപ്പെട്ടെടുക്കുന്ന കാര്യം. അതിൻ്റെ അനുബന്ധമായിട്ടുള്ളതാണ് നമ്മൾ എബ്രായർ 11:35 കണ്ട പഴയ നിയമ വിശുദ്ധന്മാർ, വിശ്വാസവീരന്മാർ, അവരും പുനരുത്ഥാനം ചെയ്യും, ഉയർത്തെഴുന്നേറ്റും. അതും 1ാം പുനരുത്ഥാനത്തിൻ്റെ ഭാഗമാട്ടോ. അതുകൂടാതെ വീണ്ടും ഉണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ച്, 20-4, വെളിപ്പാട് 20-4. മറ്റൊരു കൂട്ടരെ കുറിച്ച് അവിടെ വായിക്കുന്നു, പുനരുത്ഥാനം ചെയ്യുന്ന 1ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ള മറ്റൊരു വിഭാഗം. അവിടെ നമ്മൾ വായിക്കുന്നത് മഹാപീഡന കാലത്ത് കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായിത്തീരുന്ന ഒരു കൂട്ടം ആളുകളാണ്. യേശുവിൻ്റെ സാക്ഷി നിമിത്തം, ദൈവവചന നിമിത്തം
തലഛേദിക്കപ്പെട്ടവർ, കൊല്ലപ്പെട്ടവർ, പീഡ സഹിക്കേണ്ടി വന്നവർ, അത് മഹോദരവകാലത്തെ കാര്യമാണ്. സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ലോകചരിത്രത്തിലെ അന്തിമ ഏകാധിപതിയായ ഭരണാധികാരിയുടെ ഭരണം, യേശുക്രിസ്തുവിൻ്റെ രാജ്യസ്ഥാപനത്തിന് തൊട്ടു മുമ്പുള്ള അവസാനത്തെ ലോകഭരണാധികാരി എതിർക്രിസ്തു. ആ എതിർക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവർ പീഡനത്തിന് വിധേയമായി കൊല്ലപ്പെടുന്ന വലിയൊരു കൂട്ടത്തെ കാണാം. അവരുടെ ആത്മാക്കളെയാണ് ഇവിടെ കാണുന്നത്. അവരും ഉയർത്തെഴുന്നേൽക്കും. 6-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം തന്നെ 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. ആ ഭാഗം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അല്പകാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് അവരോട് പറയും. അതായത് ഈ പീഡനകാലം പൂർത്തിയാകുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുനരുത്ഥാനം ഉണ്ടാകും. അവരും ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഈ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായിട്ട് എഴുന്നേറ്റ് വരും. അപ്പം 3 കൂട്ടരെ നമ്മളിവിടെ കണ്ടു. ഒന്ന്, സഭായുഗത്തിൽ ജീവിച്ചിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ. അതിൽ തന്നെ 2 വിഭാഗം. ഒന്ന്, വിശ്വാസികളായി മരിച്ചുപോയവർ. 2, വിശ്വാസികളായി ജീവിയോടിരിക്കുന്നവർ. അടുത്ത വിഭാഗത്തിൽ വരുന്നത് പഴയ നിയമകാല വിശുദ്ധന്മാർ. എബ്രായ ലേഖനം 11 നമ്മൾ കണ്ട വിശ്വാസവീരന്മാരായി ആദാം മുതൽ കർത്താവിൻ്റെ കാലം വരെയുള്ള സകല വിശുദ്ധന്മാരും. മൂന്നാമത് ഇപ്പം നമ്മൾ വായിച്ച മഹോദരവകാലത്ത് മൃഗത്തിൻ്റെ മുദ്രയേൽക്കാതെയും പ്രതിമയെ നമസ്കരിക്കാതെയും കർത്താവിന് വേണ്ടിയും ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായിത്തീരുന്ന ഒരു വലിയ സമൂഹം. അവരും ഉയർത്തെഴുന്നേൽക്കും. ഇതെല്ലാം ചേർന്നതാണ് 1-ാം പുനരുത്ഥാനം എന്ന് പറയുന്നത്. ഈ 1-ാം പുനരുത്ഥാനം എപ്പോൾ സംഭവിക്കും? 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് നടക്കും. കാരണം 6-ാം വാക്യത്തിൽ നമ്മളെന്താ വായിച്ചത്? അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴും. അപ്പോൾ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴണമെങ്കിൽ ആ വാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പുനരുത്ഥാനം നടക്കണം. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായിട്ട് 1-ാമത്തെ പുനരുത്ഥാനം സംഭവിക്കും എന്നുള്ളത് ഈ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകും. അതാണ് 1-ാം പുനരുത്ഥാനം. അതായത് രക്ഷിക്കപ്പെട്ടവരുടെ പുനരുത്ഥാനം, ദൈവത്തോടുകൂടെ നിത്യത ചെലവഴിക്കുവാനുള്ളവരുടെ പുനരുത്ഥാനം. 2-ാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്ത പാപികളായി ഈ ലോകത്ത് നിന്ന് മരിച്ചു മാറ്റപ്പെട്ടവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാവരും ഒടുവിൽ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ അന്ത്യ ന്യായവിധിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് കണക്ക് പറയാൻ നിൽക്കുന്ന പുനരുത്ഥാനം. അവിടെ ആർക്കും ഒരു പ്രയോജനം അന്നുണ്ടാകുകയില്ല. എല്ലാവരും കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ മുട്ടുകുത്തി അവിടുത്തെ വിധികളൊക്കെ നീതിയും സത്യവും ന്യായവുമാണെന്ന് സമ്മതിച്ച് യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞിട്ട് തീപ്പൊയ്കയിലേക്ക് പോകേണ്ടതായിട്ട് വരും. തീപ്പൊയ്കയിലേക്ക്, നിത്യനാശത്തിലേക്ക്, നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടും. അത് 2-ാമത്തെ പുനരുത്ഥാനം എന്ന് പറയും. അപ്പോൾ കർത്താവ് തന്നെ ഇത് രണ്ടും വ്യവഹരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു. നിത്യജീവന് വേണ്ടിയുള്ള പുനരുത്ഥാനവും ന്യായവിധിക്ക് വേണ്ടിയുള്ള പുനരുത്ഥാനവും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ നിത്യജീവനിലേക്കുള്ള പുനരുത്ഥാനത്തിൽ പങ്കു ലഭിച്ചവരാണെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരെങ്കിലും അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവർ ദൂരെ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഗൗരവമായിട്ട് ഈ കാര്യം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഇന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാൽ ഏത് ഗ്രൂപ്പിലാണ് പുനരുത്ഥാനം ചെയ്യാൻ പോകുന്നത്? വിശ്വാസിയാണേലും അവിശ്വാസിയാണേലും ഉയർത്തെഴുന്നേൽക്കും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഉയർത്തെഴുന്നേൽപ്പിക്കും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതൊന്നും വിഷയമല്ല. ദൈവത്തിൻ്റെ കാര്യപരിപാടി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലേലും അതുപോലെ തന്നെ സംഭവിക്കും. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപക്ഷമയും നിത്യജീവനും പ്രാപിച്ച് ദൈവമക്കളായി ഈ ലോകം വിട്ടുപോയവർ നിത്യജീവന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. അല്ലാത്തവരോ സുവിശേഷം കേട്ടിട്ടും മനസ്സാന്തരപ്പെടുവാൻ അവസരമുണ്ടായിട്ടും യേശു ക്രിസ്തു ഏകരക്ഷിതാവും കർത്താവുമാണെന്ന് മനസ്സിലായിട്ടും യേശു കർത്താവിനെ സ്വീകരിക്കാതെ, പാപക്ഷമ ലഭിക്കാതെ, നിത്യജീവൻ പ്രാപിക്കാതെ കർമാചാരങ്ങളിലും വ്യർത്ഥമായ ലോക സുഖഭോഗങ്ങളിലും ശ്രദ്ധ വെച്ച് മുന്നോട്ട് കടന്നു പോകുന്നവർ നിശ്ചയമായും ന്യായവിധിക്ക് വേണ്ടി ദൈവസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസം വരാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അന്ന് പുസ്തകങ്ങൾ തുറക്കും. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിടും. ഏവനെ എന്ന് പറഞ്ഞ് എത്ര വലിയ VIP ആയാലും എന്നാണ് അതിൻ്റെ അർത്ഥം. രാജാവോ മന്ത്രിയോ പ്രഭുവോ പണക്കാരനോ വിദ്യാസമ്പന്നനോ ശാസ്ത്രജ്ഞനോ ബുദ്ധിജീവിയോ മതനേതാവോ ആരായിരുന്നാലും ഏവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. യാതൊരു വ്യത്യാസവുമില്ല. മുഖപക്ഷമില്ലാത്ത നീതിമാനായ ന്യായാധിപതിയായ ദൈവം നമ്മുടെ കർത്താവ് തന്നെ ന്യായസിംഹാസനത്തിലിരുന്ന് ന്യായവിധി നടത്തുമ്പോൾ അന്ന് അഗ്നിജ്വാലയ്ക്ക് തുല്യമായ അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ, അവൻ്റെ കണ്ണുകളെ അഭിമുഖീകരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവരെല്ലാവരും സമ്മതിച്ച് പറയുന്ന സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവേ, അങ്ങയുടെ ന്യായവിധികൾ നീതിയും സത്യവുമാണ്, ഞങ്ങൾക്കിനി ഒന്നും പറയാനില്ല. അവർ എല്ലാവരും കുറ്റക്കാരാണെന്നുള്ള ബോധ്യത്തോടു കൂടുന്ന ശിക്ഷാവിധി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. എൻ്റെ ബഹുമാന്യ ശ്രോതാക്കളെ, നിങ്ങളെല്ലാവർക്കും
അത് വരാതിരിക്കുവാൻ ഇന്ന് ഈ ജീവിതകാലത്ത് യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് പാപക്ഷമയും നിത്യജീവനും സൗജന്യമായി പ്രാപിക്കുവാൻ ദൈവത്തിലേക്ക് കർത്താവിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. അപ്പോൾ ഈ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിലെ ജനങ്ങൾ ആരൊക്കെയാണ്, അതിൽ പങ്കുള്ളവർ ആരൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ, സഭ. രണ്ടാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, അവർ ഇസ്രായേൽ ജനങ്ങളാണ്. അവരെക്കുറിച്ച് തിരുവഴുത്ത് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ വായിക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, 25-ാം അധ്യായം 40-ാം വാക്യവും 45-ാമത്തെ വാക്യവും. മത്തായി 25-ാം അധ്യായം 40-45 വാക്യങ്ങൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒടുവിൽ ചിന്തിച്ചത് ആ ഭാഗമായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് രാജാവ് പറയുന്നതാ തൻ്റെ വലത്തും ഇടത്തുമുള്ള ആളുകളോട്. വിശേഷാൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവിടെ 2 വാക്കുകളിൽ ഒരു പ്രത്യേക സമൂഹത്തെ പോയിന്റ് ചെയ്യുന്നുണ്ട്. അതേതാ? 40-ാം വാക്യത്തിൽ 45-ാം വാക്യത്തിൽ രാജാവ് അവരോട് എൻ്റെ ഈ ചെറിയ സഹോദരന്മാർ എന്നൊരു ഗ്രൂപ്പിനെ കുറിച്ച്. ആരായി എൻ്റെ ഈ ചെറിയ സഹോദരന്മാർ? തേജസ്സിൻ്റെ സിംഹാസനത്തിലെ ന്യായവിധിയാണ് അതിൻ്റെ പശ്ചാത്തലം. 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിലെ വിഷയം അതാണ്. കഴിഞ്ഞ ആഴ്ച ഒടുവിൽ നമ്മൾ പറഞ്ഞത് ഈ കാര്യമായിരുന്നു. അപ്പോൾ അന്ന് ഇടത്തും വലത്തുമായിട്ട് ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ കർത്താവ് ജനസമൂഹങ്ങളെ വേർതിരിക്കും. ഇസ്രായേലിന് ചുറ്റുമുള്ള ജാതികളെയാണ് അവിടെ കൂട്ടിവരുത്തുന്നത്. അവരെ കൂട്ടിവരുത്തിയിട്ട് ന്യായം വിധിക്കുമ്പോൾ ആ ഒരു കൂട്ടം ആളുകളോട് പറയുകയാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. അപ്പോൾ അവർ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, അവിടുന്ന് എപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് രോഗിയായിട്ടും വിശക്കുന്നവനായിട്ടും നഗ്നനായിട്ടും ഒക്കെ വന്ന് എപ്പോഴാണ് ഞങ്ങൾ ഈ സഹായങ്ങളൊക്കെ അവിടത്തേക്ക് ചെയ്തത്? അപ്പോൾ കർത്താവ് പറയുന്ന വാക്കാണ് എൻ്റെ ഈ ചെറിയ സഹോദരങ്ങൾ. എൻ്റെ ഈ ചെറിയ സഹോദരങ്ങളെന്ന് പറയുന്നത് മഹോദരവകാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ പീഡനം ഹേതുവായിട്ട് വാങ്ങാനും വിൽക്കാനും ഒക്കാതെ, മുദ്രയേൽക്കാതെ, ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ, അഭയസ്ഥാനമില്ലാതെ ഓടി അലഞ്ഞ് വളരെ പ്രയാസം നേരിടുന്ന ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ ഗോത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് അന്ന് ചുറ്റുപാടുള്ള രാജ്യങ്ങൾ പലത്, ചുറ്റുപാടുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ GCC രാജ്യങ്ങളാണ്, അതായത് അറബി രാജ്യങ്ങളാണ്. അറബി രാജ്യങ്ങളിൽ പലതും ഇസ്രായേലിന് എതിരാണെങ്കിലും അവരെ സഹായിക്കുവാനായിട്ടുള്ള ചില ആളുകളും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. അവരെല്ലാം കൂട്ടത്തോടെ തള്ളപ്പെടുന്നവരൊന്നുമല്ല. മതപരമായിട്ടുമൊക്കെ അവർ വ്യത്യസ്ത ചിന്താഗതിക്കാരാണെങ്കിലും അവരുടെ കൂട്ടത്തിലും വലിയൊരു രക്ഷിതഗണം ഉണ്ടാകും. പ്രവചന പുസ്തകങ്ങളിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. പിന്നീട് നമ്മളതേക്കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ കൂട്ടിവരുത്തി, ജനങ്ങളെ കൂട്ടിവരുത്തി, ജാതികളെ കൂട്ടിവരുത്തി, അല്ലെങ്കിൽ യഹൂദനല്ലാത്ത ക്രിസ്തീയ സഭയിലും പെടാത്ത ജാതികളെ കൂട്ടിവരുത്തിയിട്ട് അവരെ വിസ്തരിക്കുന്ന രംഗമാണ്. അവർ ചെയ്ത, ഇസ്രായേലിന് വേണ്ടി ചെയ്ത ഉപകാരം, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി ചെയ്ത ഭൗതിക നന്മകൾ, അതാണ് എൻ്റെ ഈ ചെറിയ സഹോദരന്മാർക്ക് ചെയ്തെന്ന് പറയുന്ന കാര്യം. ആ ചെറിയ സഹോദരന്മാർ പറയുന്നത് ഇസ്രായേൽ ജനങ്ങളെ ഉദ്ദേശിച്ച് പറയുന്ന കാര്യമാണ്. എൻ്റെ സഹോദരന്മാരെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നത് തനിക്ക് അവരോടുള്ള ഐഹിക ബന്ധം, ഭൗതിക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ സ്വന്തമായതിലേക്ക് വന്നു. ആരായി സ്വന്തമായവർ? യഹൂദന്മാരാണ്. യഹൂദന്മാരുടെ ഇടയിൽ ഒരു യഹൂദനായിട്ട്, യഹൂദബാലനായിട്ടാണ് യഹൂദ കുടുംബത്തിൽ യേശു ജനിച്ചത്. അതിൽ തന്നെ ഭരണാധികാരമുള്ള യഹൂദാഗോത്രത്തിൽപ്പെട്ട രാജാവായ ദാവീദിൻ്റെ വംശപരമ്പരയിൽ. അതുകൊണ്ടാണ് വംശാവലി എഴുതുമ്പോൾ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള യഹൂദന്മാരുടെ ഇടയിൽ ഒരു യഹൂദനായിട്ടാണ് യേശു ജനിച്ചത്. അവരെയാണ് സ്വന്തമായവരെന്ന് പറയും. അവൻ സ്വന്തമായതിലേക്ക് വന്നു. അവരെയാണ് എൻ്റെ ഈ സഹോദരന്മാരെന്ന് വിളിച്ചിരിക്കുന്നത്. റോമാലേഖനം 9-ാം അധ്യായത്തിൽ അത് അല്പം കൂടെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഒന്ന് വായിച്ചേ. റോമാലേഖനം ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവം. ആരിൽ നിന്ന്? അവർ ഇസ്രായേലിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് 4-ാം വാക്യം ആരംഭിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിയരിലാണ്, അല്ലെ ഒരു ഇസ്രായേലിയനായിട്ട് അല്ലെങ്കിൽ ഒരു യഹൂദനായിട്ടാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നുള്ളവനായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ ആ ഇസ്രായേലിയരെയാണ് കർത്താവ് ഈ സന്ദർഭത്തിൽ എൻ്റെ സഹോദരന്മാരെന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരെ സഹായിച്ചവരാണ് ഈ ജാതികളെന്ന് പറയുന്നവർ. അവരാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരുന്ന രണ്ടാമത്തെ വിഭാഗം. ഒന്നാമത്തെ വിഭാഗം ഏതാ? തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാർ, പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ഉള്ളവർ. രണ്ടാമത്തേത് തേജസ്കരണമൊന്നും പ്രാപിക്കാതെ, അതായത് നമ്മളിപ്പോൾ ഉള്ള ഈ ശരീരത്തിൽ എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെ നേരിട്ട്
1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശനം ലഭിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ജാതികളാണ്, മറ്റൊരു കൂട്ടം ഇസ്രായേലിയരാണ്. ഇസ്രായേലിയരാണ് ഇപ്പം നമ്മളിവിടെ എൻ്റെ സഹോദരന്മാരെന്ന് വിളിച്ചത്. അതേ വാക്യത്തിൽ തന്നെ നമ്മൾ മറ്റൊരു കൂട്ടരെക്കുറിച്ച് വായിക്കുന്നു. ആരാ? ഈ വലത്ത് നിൽക്കുന്ന ആളുകൾ. അവരാരാ? യഹൂദരല്ലാത്ത സഹായം ചെയ്ത ജാതികളാണ്. അവരോടെന്താ പറഞ്ഞത്? ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അങ്ങനല്ലയോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? യഹൂദന്മാർ മാത്രമല്ല, യഹൂദരല്ലാത്ത ഇതര ജാതികളിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കും. അപ്പം മൊത്തത്തിൽ 3 ഗ്രൂപ്പ് ആളുകളെ നമ്മളിവിടെ കാണുന്നു. ഒന്ന്, തേജസ്കരിക്കപ്പെട്ട വിശ്വാസികൾ. 2, തേജസ്കരണം സംഭവിക്കാതെ സാധാരണ ഇപ്പോൾ നമുക്കുള്ളതുപോലുള്ള മനുഷ്യ ശരീരത്തോടുകൂടി ജീവിക്കുന്ന ഇസ്രായേലിയരെ രക്ഷിത ഗണം, മഹാപീഡനത്തെ അതിജീവിച്ച് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരായ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്രായേൽ ദേശത്തേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഇസ്രായേലിയരുടെ ഒരു സംഘം. മൂന്നാമതായിട്ട്, ഇസ്രായേലിയർക്ക് സഹായമായി പീഡനകാലത്ത് പ്രവർത്തിച്ച മറ്റ് ഇസ്രായേലിയരല്ലാത്ത ജാതികളുടെ ഒരു സംഘം. ഈ 3 കൂട്ടം ആളുകൾ 1000 ആണ്ട് വാഴ്ചയിൽ ഉണ്ടായിരിക്കും. അവിടുത്തെ പ്രജകളായിട്ട് കർത്താവിൻ്റെ ഭരണത്തിന് കീഴിൽ അവരുണ്ടായിരിക്കും എന്നുള്ളത് ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇത് ഒന്നുകൂടെ വ്യക്തമാക്കാനായിട്ട് മത്തായി 24 അധ്യായത്തിൻ്റെ 31 വാക്യം കൂടെ വായിക്കാം. കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 31 വാക്യം. നാല് ദിക്കിൽ നിന്നും കർത്താവ് മഹാകാഹളധ്വനിയോടുകൂടെ മഹത്വപ്രത്യക്ഷതയിൽ ആകാശം മേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ ഒലുമലയിലേക്ക് വരുന്ന ആ വരവിൽ എന്ത് സംഭവിക്കും? തൻ്റെ ദൂതന്മാരെ അയക്കും. എങ്ങനെ അയക്കും? മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. എന്തിനയക്കും? ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്ന് ഭൂമിയിലെല്ലാം ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരെ മുഴുവൻ ഇസ്രായേൽ ദേശത്തേക്ക് വാഗ്ദത്ത നാട്ടിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ടേക്കും. അവർ ഞുള്ളിപ്പറക്കി എല്ലാത്തിനെയും അവിടെ നിന്നും കനാൻ ദേശത്തേക്ക് എത്തിക്കും. യെശയ്യാ പ്രവചനം 27 അധ്യായത്തിൻ്റെ 12 വാക്യം ഇതിനെ വീണ്ടും സ്ഥിരീകരിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ ഈ കാര്യം ഒന്നുകൂടെ സ്ഥിരീകരിക്കുന്നതാണ് ആ വാക്യം. വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 27 അധ്യായം 12 വാക്യം. മതി. ഇസ്രായേൽ മക്കളെ മുഴുവനും പെറുക്കിയെടുക്കുന്നവർ ഓരോന്നായിട്ട് കൂട്ടി ഒറ്റയാളെയും വിട്ടു പോകത്തില്ല. നമുക്കറിയാം 1948 ഇസ്രായേൽ രാഷ്ട്രമുണ്ടായപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതെന്ന 47 ആഗസ്റ്റ് 15. 48 മെയ്യിലാണ് ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാകുന്നത്. വലിയ അകലവിൽ അടുത്തടുത്താണ്. അന്ന് തൊട്ടാണ് യഹൂദന്മാർ ഇസ്രായേലിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വ്യാപകമായ രീതിയിൽ കുടിയേറാനായിട്ട് തുടങ്ങിയത്. ഇതുവരെയും ആ കുടിയേറ്റം തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന്, അതായത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽപ്പെട്ട മണിപ്പൂരിൽ നിന്നൊക്കെ ആയിട്ട് ധാരാളം പേര് ഇസ്രായേലിലേക്ക് പോയി. കുക്കികളെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം മണിപ്പൂരിലുണ്ട്. ആ കുക്കികളെന്ന് പറയുന്നത് അവിടെ പണ്ട് വന്ന് താമസമായ യഹൂദന്മാരുടെ പിൻതലമുറക്കാരാണ്, മനേഷ്യ ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. എറണാകുളത്ത്, കൊച്ചിയിൽ, അതുപോലെ ചാവക്കാട്, ആ പ്രദേശങ്ങളിലൊക്കെ ധാരാളം യഹൂദന്മാരുണ്ടായിരുന്നു. അവരെല്ലാം തിരികെ പോയി. ഇത് വാഗ്ദത്തങ്ങളുടെ നിവർത്തി, അവരെ മടക്കി വരുത്തുമെന്നുള്ള ദൈവത്തിൻ്റെ അനവധി പ്രവചനങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ ഇസ്രായേൽ ദേശത്ത് കൂട്ടിച്ചേർക്കും. പക്ഷേ ഇപ്പോൾ എല്ലാ ആളുകളും ഉള്ളിപ്പറക്കിയൊന്നും ഇസ്രായേൽ ദേശത്തോട്ട് പോയിട്ടില്ല. അമേരിക്കയിൽ തന്നെ ഇസ്രായേലിലുള്ളതിനേക്കാൾ കൂടുതൽ യഹൂദന്മാരുണ്ട്. മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ട്. എന്നാൽ ഇവരെല്ലാവരും ഒരെണ്ണം പോലും അന്യരാജ്യങ്ങളിൽ ശേഷിക്കാതെ വാഗ്ദത്ത നാട്ടിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് നമ്മുടെ കർത്താവ് പിതാക്കന്മാരോട് പറഞ്ഞ പോലെ, അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് ഉടമ്പടി ചെയ്തതുപോലെ, ദാവീദിനോട് ഉടമ്പടി ചെയ്തതുപോലെ അവരുടെ രാജ്യം സ്ഥാപിച്ച് അവർക്ക് നിത്യരാജാവായിട്ട് വാഴാൻ വരുമ്പോഴാണ്. ആ വാഴ്ച നടക്കുന്നത് യേശു കർത്താവ് ലോകരാജ്യത്വം ഏറ്റെടുക്കുമ്പോഴാണ്. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും, കിഴക്കുന്നും പടിഞ്ഞാറുനിന്നും തെക്കുന്നും വടക്കുന്നും. യെശയ്യാവിൽ നമ്മളിപ്പോൾ വായിച്ചതുപോലെ എണ്ണി ഓരോരുത്തരെയായി നുള്ളിപ്പറക്കിയെടുത്ത് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഇസ്രായേൽ എല്ലാവരും അവിടെ വന്നു ചേരും. അന്ന് ആ രാജ്യത്ത് കർത്താവിൻ്റെ പ്രജകളായി കർത്താവിനോട് വാഴും. നമുക്കറിയാം, ഇസ്രായേൽ ചരിത്രം പഠിച്ചാൽ ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവിൻ്റെ കാലത്തിന് ശേഷം ഇസ്രായേൽ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. തെക്കേ രാജ്യമെന്നും വടക്കേ രാജ്യമെന്നുമാണ് പിന്നീട് അറിയപ്പെടുന്നത്. എന്നാൽ യേശു കർത്താവ് തന്ന് നീതിയുള്ള രാജ്യം സ്ഥാപിക്കുമ്പോൾ 2 രാജ്യം കാണുകയില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന 12 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ഒറ്റ രാജ്യമേ ഉള്ളൂ. ഇപ്പോഴും ഒരു രാജ്യമേ ഉള്ളൂ. 2 രാജ്യം തെക്കും വടക്കൊന്നുമില്ല. ഇപ്പോൾ എല്ലാം കൂടെ ഒരു രാജ്യമേ ഉള്ളൂ. കേരളത്തിൻ്റെ പകുതിയോളം വരുള്ളൂ ഇന്നത്തെ ഇസ്രായേൽ രാജ്യം. വാഗ്ദത്തം നൽകിയിരിക്കുന്ന ദേശം അതിനേക്കാളൊക്കെ അനേകം മടങ്ങ് വിസ്തൃതമാണ്. ചുരുക്കം പറഞ്ഞാൽ പ്രവചനത്തിൻ്റെ പരിപൂർണ നിവർത്തിയിലേക്ക് വരുന്ന യേശുക്രിസ്തു വന്ന് രാജ്യം സ്ഥാപിക്കുമ്പോഴാണ്. സമുദ്രം മുതൽ മഹാനദി വരെയുള്ള വിസ്തൃതമായ ഭൂപ്രദേശമാണ് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തത്. ആ വാഗ്ദത്ത ദേശം മുഴുവൻ അവരുടെ സ്വന്തമായി തീരുന്നത് വാഗ്ദത്ത മശിഹ വന്ന് അവരുടെ രാജാവായ രാജ്യം ഏറ്റെടുക്കുമ്പോൾ സംഭവിക്കും. അതിനുവേണ്ടി നമ്മുടെ കർത്താവ് വരും.
അവൻ തന്നെ നീതിയുള്ള രാജ്യം സ്ഥാപിക്കും. അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് 3 വിഭാഗം ജനങ്ങളാണ് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, തേജസ്കരിക്കപ്പെട്ട വിശ്വാസികൾ. അവർ വെറും പ്രജകൾ മാത്രമല്ല, കർത്താവിനോടുകൂടെ ഭരണത്തിൽ പങ്കാളികളുമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ആ ഒരു വാക്യം മാത്രം ഒന്ന് ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം നൽകിയിരുന്ന വാഗ്ദത്തങ്ങളൊന്നാണിത്. അത് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളോട് പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി കഷ്ടവും നഷ്ടവും ഒക്കെ സഹിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ വിശ്വസ്തരായി ജീവിച്ചാൽ കർത്താവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും എന്ന് വാഴുന്ന കാര്യമാണ്. കർത്താവ് ഇവിടെ വന്ന് രാജ്യം സ്ഥാപിച്ച് വാഴ്ച നടത്തുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ വാഴാനുള്ള അവകാശം. സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സമയപരിധി അനുവദിക്കുന്നില്ല. അടുത്ത പ്രാവശ്യം നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് ചിന്തിക്കും. റാത്തലുകളുടെയും താലന്തുകളുടെയും ഒക്കെ ഉപമ പറയുമ്പോൾ അതൊക്കെ വ്യാപാരം ചെയ്ത വിശ്വസ്തന്മാരായ ദാസന്മാരോടും ഒക്കെ എന്താ പറഞ്ഞത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ എത്ര സമ്പാദിച്ചിരിക്കണം അത്രയും പട്ടണങ്ങളുടെ അധികാരിയാകുക എന്നാണ് അവരോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അധികാരം നടത്താൻ, വാഴുവാൻ, ഭരിക്കുവാനുള്ള അവകാശം. അപ്പോൾ ഈ മെശിഹായുടെ രാജ്യത്തിൽ വിശ്വാസികളായ നമ്മൾ ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, യോഗ്യതയുള്ളവർക്ക് അർഹമായ പോസ്റ്റിങ്ങും കിട്ടും. യെരുശലേമാണ് തലസ്ഥാനം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇന്ത്യയും ആ രാജ്യത്തിൻ്റെ പരിധി വരുന്ന അല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് വളരെ അനേക സ്റ്റേറ്റുകളുള്ള വിസ്തൃതമായ ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹാരാജ്യമാണ്. ഇത്രയേറെ ഭാഷകളും ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ജാതികളുമുള്ള ഒരു രാജ്യവും വേറെ ലോകത്തിലില്ല. മറ്റുള്ളിടത്തൊക്കെ ഒരു ഭാഷയോ 2 ഭാഷയോ അല്ലെങ്കിൽ 3-4 ഭാഷയൊക്കെ ഉള്ളൂ. എന്നാൽ ഇന്ത്യയിൽ എത്ര ഭാഷയുണ്ട്? ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. ലിപി ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. അങ്ങനെയുള്ള ഭാഷകളുണ്ട്, ഗോത്രങ്ങളുണ്ട്, വർഗ്ഗങ്ങളുണ്ട്, ജാതികളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ ആരാധനയെക്കുറിച്ച് വരുമ്പോൾ എന്താ വായിക്കുന്നത്? സകല ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും ജാതികളും എവിടെ വരും? ദൈവസിംഹാസനത്തിന് മുമ്പാകെ വന്ന് കുഞ്ഞാടേ നീ യോഗ്യനെന്ന് പറഞ്ഞൊരു കാലമുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ അനേകം ജാതികളും ഭാഷകളും ഇന്നും സുവിശേഷം കേട്ടിട്ടില്ല. അനേക ഗോത്രവിഭാഗങ്ങളിൽ ദൈവവചനം എത്തിയിട്ടില്ല. നമ്മുടെ ദൗത്യവും നമ്മുടെ ഉത്തരവാദിത്വവും എത്ര വലുതാണെന്ന് ആ കാര്യം ഓർപ്പിക്കുന്നത്. കാരണം ഇവരെല്ലാം ദൈവസിംഹാസനത്തിന് മുമ്പിൽ വരണമെങ്കിൽ അവർ സുവിശേഷം കേട്ട് വിശ്വസിച്ച് അവിടെ വരണ്ടായോ? നമ്മൾ ഇട്ടാവട്ടത്തിൽ മാത്രം സുവിശേഷം പറഞ്ഞാൽ ഈ കാര്യം നടക്കുമോ? ഇന്ത്യ രാജ്യം മുഴുവൻ വിസ്തൃതമായിട്ട് നമ്മുടെ മുമ്പാകെ കിടക്കുകയാണ്. സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരോട് സുവിശേഷം പറയണം. നമ്മളെന്നും കേട്ട് തഴമ്പിച്ച ആളുകളോടാണ് പറയുന്നത് അല്ലേ? 1000 പ്രാവശ്യമെങ്കിലും കേട്ടവരാ നമ്മുടെ കേരളീയർ, പ്രത്യേകിച്ച് ഈ തിരുവിതാംകൂറിലുള്ളവർ. അല്പമെങ്കിലും കേൾക്കാത്തതുകൊണ്ട് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് അവിടെയൊക്കെ കാണുള്ളൂ. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും സുവിശേഷം കേൾക്കാത്തവരുണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ഒരുപക്ഷെ 1-2 വല്ല അപൂർവമായി കണ്ടേക്കാം. അതൊഴിച്ചാൽ സുവിശേഷ വിളംബരം 20 നൂറ്റാണ്ടുകളായിട്ട് മുഴങ്ങുന്ന ദേശമാണ് നമ്മുടെ ദേശം. എന്നാൽ ഒരിക്കൽ പോലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത, ഒരു പ്രാവശ്യം പോലും യേശു ആരാണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ജനലക്ഷങ്ങൾ ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിലുണ്ട്. 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങളാണ് ഉള്ളത്. ആ ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം എത്തണം. എത്തിക്കും? ആര് പറയും? അത് പറയാതെ, കേൾക്കാതെ, വിശ്വസിക്കാതെ അവരെങ്ങനെ രക്ഷിക്കപ്പെടും? രക്ഷിക്കപ്പെടാതെ എങ്ങനെ അവർ ദൈവസിംഹാസനത്തിന് മുമ്പായി കുഞ്ഞാടേ നീ യോഗ്യനെന്ന് പറഞ്ഞ് ആരാധന അർപ്പിക്കും? ദൈവമക്കളെ, നമ്മുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. നമ്മെ കർത്താവ് രക്ഷിച്ച് ദൈവസഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്വത്രം പറഞ്ഞ് ഹല്ലേലൂയ പാടി ആരാധിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ വേണ്ടി മാത്രമല്ല, ഈ ജനകോടികളെ നിത്യജീവനിലേക്ക് നയിക്കാനാണ്. ഇവർ സുവിശേഷം കേൾക്കുവാൻ നമ്മൾ ചാനലായിട്ട് മാറണം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കതേക്കുറിച്ച് ചിന്തിക്കാം. വിഷയത്തിൽ നിന്ന് അല്പം മാറിയെങ്കിലും സന്ദർഭശാൽ ഓർപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധന്മാരോട് പറയുകയാണ്, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നമുക്കെന്തോ വാഴ്ച കിട്ടും? ഇത് പറയാനുള്ള സന്ദർഭം ഇത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തും വാഴാനുള്ള ആളുകൾ കാണും ഇല്ലയോ? ഇന്ത്യയുടെ ഭരണാധികാരി തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റൊന്നും ആക്കത്തില്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രി എന്ന പ്രസിഡന്റൊന്നും ആയിരിക്കില്ല. അന്നത്തെ പേര് വ്യത്യാസം എന്തെങ്കിലും പദവിയും അധികാരവും ഒക്കെ എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഭരിക്കാൻ ഒരു ഭരണാധികാരി 1000 ആണ്ട് വാഴ്ച വേണ്ടേ? അതാരായിരിക്കും? അതിന് യോഗ്യതയുള്ള ഒരാളെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ആണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെങ്കിലും ആകാൻ പറ്റുമോ? അല്ല, അതും വേണ്ട. നമ്മുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും വേണ്ട, ഒരു വാർഡ് മെമ്പറെങ്കിലും ആകാൻ. എവിടുത്തെ കാര്യമാണ്? ഇപ്പോഴത്തെ അല്ല, UDF LDF അല്ല, നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിൽ. എൻ്റെ സഹോദരങ്ങളെ, ഇതെത്ര ഗൗരവമേറിയ വിഷയമാണ്. നിങ്ങൾക്കിത് നിസ്സാരമായി തോന്നുന്നുണ്ടോ? നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവികൾ. രക്ഷ നമുക്ക് കർത്താവ് ദാനമായിട്ട് തന്നു. എന്നാൽ ബാക്കിയൊന്നും ദാനമല്ല. പ്രതിഫലങ്ങളെല്ലാം യോഗ്യതയുടെ അടിസ്ഥാനത്തില്ല.
ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുമെന്ന് ആ വചനം പറയും. നമുക്കെന്തോ പ്രതിഫലം കിട്ടും? പ്രതിഫലം കിട്ടാതെ നമ്മൾ എന്തോ ചെയ്തു? ചെറിയ സാറിൻ്റെ മനോഹരമായ പാട്ടുണ്ടല്ലോ, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ല ഇനിയും നാളുകൾ നമ്മുടെ ആദികൾക്ക്. നമുക്കെന്തോ പ്രതിഫലം കിട്ടും? എന്ത് പ്രതിഫലമാണ് നമുക്ക് കിട്ടേണ്ടത്? മശിഹായുടെ മഹാസാമ്രാജ്യത്തിൽ അവനോടുകൂടെ ഭരിക്കുവാൻ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴുമെന്നാണ് വചനം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത്. വാഴേണ്ടവരാ നമ്മൾ, വീണ് കിടക്കേണ്ടവരല്ല. വാഴ്ചയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കി സമർപ്പിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കാം, സേവിക്കാം. വിശ്വാസികളിൽ നിന്നുള്ള ആരാധനയും ആത്മീയതയും നിലനിർത്തുമ്പോൾ തന്നെ സുവിശേഷീകരണത്തിലുള്ള നമ്മുടെ പങ്കാളിത്തം മനസ്സിലാക്കി കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നതിൽ അതിനൊക്കെ പ്രത്യേകം പ്രതിഫലമാണ്. നമുക്ക് തന്ന താലന്തുകളൊക്കെ വ്യാപാരം ചെയ്യാം, ലഭിച്ച കൃപാവരങ്ങളൊക്കെ ഉപയോഗിക്കാം, തന്ന കാശും എല്ലാം ബാങ്കിൽ കിടന്നാൽ അത് വെറുതെ പോകത്തേ ഉള്ളൂ. ദൈവരാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കാം. നല്ല ആരോഗ്യമുണ്ടല്ലോ, ഷുഗറും പ്രഷറും ഒക്കെ ആകുന്നതിന് മുമ്പ് കർത്താവിൻ്റെ വേല ചെയ്യുക. കർത്താവിന് അതിന് ഉപദേശമാണോന്നൊന്നുമില്ല, പൂർണ്ണ സമയം വേണമെന്നൊന്നുമില്ല, ഒരു സമയവും വേണ്ട. ഉള്ള സമയം കൊണ്ട് പറ്റുന്ന രീതിയിൽ അറിയാവുന്ന പോലെ സുവിശേഷം മറ്റുള്ളവരോട് പറയാം. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, പരിചയക്കാർ അല്ലാത്തവർ, നമ്മുടെ ചുറ്റുപാടുമുള്ള നാനാജാതി മതസ്ഥരായ ജനങ്ങൾ വിഗ്രഹാരാധനയിലും പാപത്തിലും അകപ്പെട്ട് മദ്യത്തിലും മയക്കുമരുന്നിലും അടിമകളായി കർത്താവിനെ അറിയാതെ നാശത്തിലേക്ക് പോകുന്നവർ, മതഭക്തന്മാരായ ഒന്നാന്തരം ക്രിസ്ത്യാനികൾ തന്നെ ഉദാശകളും കർമ്മങ്ങളുമായിട്ട് നരകത്തിലേക്ക് പോകുന്നവർ, അവരെ സുവിശേഷം ഗ്രഹിപ്പിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, സാക്ഷ്യം വഹിക്കാം. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അവരെയും കൂടി ഒരുക്കിയെടുക്കാം. നമുക്ക് ഒരുങ്ങാം. ദൈവവചനങ്ങളെല്ലാം സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാം.